കണക്കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തെടുത്ത് പ്രതിഷേധിച്ച കേസിൽ മാത്യു കുഴനാടൻ MLA, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ കസ്റ്റഡിയിൽ. കോതമംഗലത്തെ ഉപവാസ സമര വേദിയിൽ നിന്നാണ് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തത്. മുഹമ്മദ് ഷിയാസിനെ ഊന്നുകൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇന്ന് പകൽ വലിയ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് കോതമംഗലം. വൈകിട്ട് ഉണ്ടായ ഈ അറസ്റ്റ് നടപടിയിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണോ അവിടെ? ഗോകുൽ, രാവിലെ ആരംഭിച്ച നാടകീയ രംഗങ്ങൾക്ക് കോതമംഗലത്ത് ഈ രാത്രിയും അവസാനമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ MLA, ഈ രണ്ടുപേരെയും സമരപന്തലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോതമംഗലത്തെ ഈ സമര പ്രതിഷേധവുമായി ബന്ധപ്പെട്ട 3 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതും 3 കേസുകളിലും മുഹമ്മദ് ഷിയാസും അതോടൊപ്പം മാത്യു കുഴൽനാടനും പ്രതികളാണ്. ആ പ്രതികൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ്. പ്രധാനമായും പോലീസുകാരെ മർദ്ദിച്ചു, അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരുടെ അറസ്റ്റ്, അല്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷമായിരിക്കും ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഉപവാസ സമരം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചത്. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ആ സമരം. ഈ സമരപ്പന്തലിലേക്കാണ് ഇന്ന് രാത്രിയോടുകൂടി പോലീസുകാർ എത്തുകയും മുഹമ്മദ് ഷിയാസിനെയും അതോടൊപ്പം മാത്യു കുഴൽനാടനെയും അറസ്റ്റ് ചെയ്ത് ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഒരു വലിയ സംഘർഷം കോതമംഗലത്ത് ഈ രാത്രിയിൽ ഉണ്ടായി എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസുകാരുടെ ഒരു ബസ് പൂർണ്ണമായും അടിച്ചു തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസുകാർക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വലിയ സംഘർഷം പോലീസുകാരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഈ കോതമംഗലം പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ DCC പ്രസിഡന്റിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആക്ഷേപം, അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ സംഘർഷം ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കിയതാണ് നേരത്തെ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. വിഷ്ണു, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, താങ്കൾ ആ സമരവേദിയിൽ ഇപ്പോഴും ഉണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ എങ്ങനെയാണ് അവിടെ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ സാഹചര്യങ്ങൾ മാറിയത്? കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് തേർവാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. ഒരു MLA-യും അതുപോലെ DCC പ്രസിഡന്റിനെയും സമരപ്പന്തലിൽ കയറി വലിച്ചഴച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവരെവിടെയാണെന്ന് പോലും ഇതുവരെയും വ്യക്തമല്ല. എന്താണ്, ഒരു ജനാധിപത്യ രാജ്യമാണോ? ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സൽഭരണത്തിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടായി, സ്വാഭാവികമായും അത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഓരോ ദിവസവും മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തിന് മുന്നിൽ ജനപ്രതിനിധികൾ ഉണ്ടാവും, നേതാക്കൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഈ വിധത്തിലുള്ള ഒരു അറസ്റ്റ്, ഈ വിധത്തിൽ ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ പ്രവർത്തകരെ എല്ലാവരെയും ചതച്ച് മൃതപ്രായരാക്കി അവരെ എല്ലാവരെയും ആട്ടി ഓടിച്ച് ഇത് എങ്ങോട്ടാണ് ഈ ഗവൺമെന്റ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എത്രയും പെട്ടെന്ന് DCC പ്രസിഡന്റ് MLA എവിടെയാണെന്നുള്ളത് വ്യക്തമാക്കണം കേരള പോലീസ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ പന്തലിൽ തന്നെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ MLA-യെയും DCC പ്രസിഡന്റിനെയും എവിടെ കൊണ്ടുപോയിരിക്കുന്നു, എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അതറിയാത്തിടത്തോളം ഈ സ്ഥിതിഗതികളൊന്നും നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അതിശക്തമായ പ്രക്ഷോഭവുമായി മുൻപോട്ട് പോകും. ഡീൻ കുര്യാക്കോസ്, അവിടേക്ക് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അവിടെ അങ്ങനെ കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടാകേണ്ട തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടായോ? പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. പോലീസ് അനാവശ്യമായ പ്രശ്നം സൃഷ്ടിച്ചതാണ്. ഇവിടെ ഈ സമരപ്പന്തലിൽ സത്യഗ്രഹം ഇരിക്കുമ്പോൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാകേണ്ടത്? ഇവിടെ ഒരു ചാനലുകാരും ഇല്ല, ഒരു പത്രക്കാരും ഇല്ല, മാധ്യമങ്ങളും ഇല്ല, ഒന്നുമില്ല. അതോടൊപ്പം ഇവിടെ സമരപ്പന്തലിൽ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നതിന് തൊട്ടു മുന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ പോലീസ് സംസ്ഥാന DGP ഉത്തരം പറയേണ്ടി വരും. സംസ്ഥാന ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഈ കാര്യങ്ങളോട് നടന്നിട്ടുള്ളത്. ഇവിടെ എത്രയും പെട്ടെന്ന് ഇവരെ എവിടെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതിന് ഒരു മറുപടി കേരള സമൂഹത്തിന് അറിഞ്ഞേ മതിയാവും. അതായത് നേതാക്കൾക്ക് ഇപ്പോൾ ഇവരെ എവിടെയാണ്, MLA-യും DCC പ്രസിഡന്റിനെയും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ പോലീസ് മറുപടി നിങ്ങൾക്ക് നൽകുന്നില്ലേ? ഞങ്ങൾക്കെന്നല്ല, ആർക്കെങ്കിലും കൊടുക്കണ്ടേ? പോലീസിനല്ലാതെ ഇപ്പൊ ഈ ലോകത്ത് ഒരു കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. മാധ്യമങ്ങളല്ലേ നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിട്ട്. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവൃത്തി നടന്നിട്ട് അതിനെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ ഒരു ഒരു പ്രതികരണം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വരട്ടെ. നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്.
ഇപ്പോൾ സമരം വേദിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ടോ? നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സമരം അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളെയൊക്കെ കസ്റ്റഡി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധം എങ്ങനെ തുടർന്നു പോകും നിങ്ങൾ? പ്രതിഷേധം ഇവിടെ തുടരും, അക്കാര്യത്തിൽ സംശയമില്ല. സീനിയർ നേതാക്കന്മാരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ മറ്റു നേതാക്കൾ ഉടനെ വരും. കേരളം ആകെ ആളിപ്പടരുന്ന ഒരു സമരത്തിന് ഇവിടെ നിന്നും തുടക്കം കുറിക്കും. ഇത് പ്രശ്നം വന്യജീവി മനുഷ്യ സംഘർഷമാണ്. അതല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും കട്ടുമുട്ടിച്ചോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സ്വകാര്യ ലാഭത്തിന് വേണ്ടി അധികാര അട്ടിമറിക്ക് വേണ്ടി നടത്തിയ സമരമല്ലത്. പാവപ്പെട്ട മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അത്തരം ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരായ കർഷകരായ തൊഴിലാളികളായ ആളുകളുടെ സമരമാണ് ഇവിടെ നടന്നത്. അല്ലാതെ മറ്റൊന്നും ഈ രാജ്യത്ത് ഒരു അട്ടിമറിക്കും വേണ്ടി നടത്തിയ സമരമല്ലത്. ഒരു കാര്യം കൂടി, ഊന്നുകൽ സ്റ്റേഷനിലേക്കാണ് ഈ ഊന്നുകൽ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന വിവരം നമ്മുടെ പ്രതിനിധി നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലേ? അവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, അവിടെയൊന്നുമില്ല, എത്തിയിട്ടില്ല. തെറ്റാണ്. ശരി, വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ചത് ഡീൻ കുര്യാക്കോസ് എം പി ആണ്. സമാധാനപരമായ പ്രതിഷേധത്തിൽ ആ പ്രതിഷേധക്കാർ ഉപവാസ സമര പന്തലിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ്, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പ്രതിഷേധമോ പ്രകടനമോ ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിലാണ് പോലീസ് നടപടി ഉണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. മാത്യു കൊഴുനാടനെ കോതമംഗലം സ്റ്റേഷനിലേക്കും ഒപ്പം മുഹമ്മദ് ഷിയാസിനെ ഊന്നുകൽ സ്റ്റേഷനിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് വിവരം. വിഷ്ണു, ഈ വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നതാണോ ഈ നേതാക്കൾ ഏത് സ്റ്റേഷനിലെന്നുള്ളത്? അത് അത്തരത്തിലൊരു വിവരവും കോൺഗ്രസ് നേതാക്കളുമായി പങ്കുവെച്ചിട്ടില്ല. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നത് അറിയില്ല എന്നതാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചത്. ഗോകുൽ, ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനകത്തൊരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണ് ഊന്നുകൽ സ്റ്റേഷനിലേക്ക് മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വിശദമായി പരിശോധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടാകും. നേരത്തെ ഡീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രിയോടുകൂടി ഈ പ്രതിഷേധം തുടർന്ന് രാത്രി മുതൽ രാവിലെ വരെ പ്രതിഷേധം തുടരാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ഇതിനിടയിലാണ് ഈ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു ചർച്ച മേൽത്തട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കാരണം വൈകിട്ട് മുതൽ തന്നെ റൂറൽ എസ് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം മീറ്റിംഗിലാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മീറ്റിംഗിലാണെന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഈ രമേശ് ചെന്നിത്തല എത്തുന്ന ഘട്ടത്തിൽ, അതായത് സംഘർഷ സാധ്യതകളെല്ലാം ഒഴിഞ്ഞ ഘട്ടത്തിൽ പോലും അവിടെ ഒരു 8-ലധികം പോലീസ് വാഹനങ്ങൾ, പോലീസ് ബസ്സുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതെല്ലാം വിഷ്ണു തുടരുക. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, എന്താണ് അവിടെ സംഭവിച്ചത്? താങ്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവിടെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു ഈ അറസ്റ്റ് നടപടി പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ? ഞാൻ പാലക്കാട്ട് നിന്ന് വന്ന് 2 MLA മാർ, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയും മാത്യു ഉൾനാടനും ഈ സത്യാഗ്രഹം ഇരിക്കുന്ന പന്തലിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇടുക്കി DCC പ്രസിഡന്റ്, MP, കോട്ടയം, ആലപ്പുഴ, എറണാകുളം DCC പ്രസിഡന്റ്, എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ പ്രസംഗിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ ഈ ഇന്ദിര എന്ന് പറഞ്ഞ ആന ചവിട്ടിക്കൊന്നവരുടെ വീട്ടിൽ നമ്മുടെ അടിമാലി പഞ്ചായത്തിൽപ്പെട്ട കാഞ്ഞിരവേലി എന്ന സ്ഥലത്തേക്ക് പോകുമായിരുന്നു. വളരെ ദൂരമുണ്ടത്. ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത് പോലീസ് അകാരണമായി ഈ സമരപ്പന്തലിൽ കയറി മാത്യു കൊല്ലനാടൻ MLA അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ ഭീകരമായി പ്രവർത്തകരെ മുഴുവൻ മർദ്ദിച്ചു. ഒരു കാരണവുമില്ലാതെ DCC പ്രസിഡന്റ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഷിയാസ് എവിടെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പം ഞാനും MP ഡീൻ കുര്യാക്കോസും കൂടെ വന്ന് ഈ പന്തൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പുറത്തൊരു 100-150 പോലീസും ഉണ്ട്. ഞങ്ങളിവിടെ ഞങ്ങളിവിടെ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും ലാത്തിച്ചാർജ് ഉണ്ടായേനെ. നിരവധി കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഭീകരമായ മർദ്ദനമാണ് ഏറ്റത്. ഒരു കാരണവുമില്ലാതെ, പ്രകോപനമില്ലാതെ പോലീസ് മർദ്ദിച്ചിരിക്കുകയാണ്. എവിടെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുപോയതെന്ന് ഇപ്പോഴും പോലീസ് പറയുന്നില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നില്ല. അതോടൊപ്പം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്നില്ല. ഈ രാജ്യത്തെ നിയമമില്ലേ? എന്ത് കുറ്റം ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം ചെയ്ത ആളുകൾക്ക് വേണ്ടി നിയമങ്ങളില്ലേ ഈ രാജ്യത്ത്? ആ നിയമങ്ങൾ മുഴുവനും പാലിക്കാതെ വളരെ മോശമായ തരത്തിലാണ് പോലീസിന്റെ പെരുമാറ്റം. 150ഓളം പോലീസ് അപ്പുറത്ത് കിടപ്പുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ 3 ദിവസം അടിച്ച് കൊലപാതകം നടത്തിയിട്ട് അവിടെ ഒരു പോലീസിന് ഞങ്ങൾ കണ്ടില്ല. ഇവിടെ 150 പോലീസുകാർ അപ്പുറത്ത് നിൽക്കുകയാണ്. ഞാനിവിടെ ഇരുന്നത് കൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും പോലീസിന്റെ ലാത്തിച്ചാർജ് ഉണ്ടായേനെ. എത്ര വൈകിയാലും പോലീസ് പോകുന്നവരെ ഞാൻ ഈ സമരപ്പന്തലിൽ ഇരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസിന്റെ തേർവാഴ്ച അനുവദിക്കുന്ന പ്രശ്നമില്ല
എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല, ഈ പോലീസ് നടപടിക്കിടയിൽ കൂടുതൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നതാണോ, ഈ അറസ്റ്റിനിടയിൽ മറ്റ് പ്രവർത്തകരെയും മർദ്ദിച്ചു എന്നതാണോ നിങ്ങളുടെ ആരോപണം? ഖദറിട്ട മുഴുവൻ പേരെയും മർദ്ദിച്ചു. അതാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. ഖദറിട്ട വെള്ള ഉടുപ്പിട്ട മുഴുവൻ ആളുകളെയും ഭീകരമായി മർദ്ദിക്കുകയാണ് പോലീസ് ചെയ്തത്. എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ പോലീസ് ഇത്രയും വലിയ വലിയ ഗൗരവം ഈ സമരം നടത്തുന്ന പോലീസ് പന്തലിൽ കയറി മർദ്ദിച്ച്? ഞാൻ പന്തലിരിക്കുകയാണ് ഇപ്പം. ഒരു മര്യാദ വേണ്ടേ ഇത്? ഈ നാട്ടിൽ നിയമമില്ലേ? എന്താണ് നടക്കുന്നത് ഇവിടെ? അതുകൊണ്ട് ഇതിന് മറുപടി കിട്ടാതെ ഞങ്ങളാരും പോയില്ല ഇവിടെ. അത് വന്യജീവി ആക്രമണങ്ങൾക്ക് എതിരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നതായിരുന്നു ആ സമരത്തിന്റെ, ഉപവാസ സമരത്തിന്റെ മുദ്രാവാക്യം. അതിനപ്പുറത്തേക്ക് പോലീസ് നടപടിക്കെതിരെ കൂടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഉടൻ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നതാണോ ഇപ്പോഴത്തെ തീരുമാനം? ഇതെന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ പൊതുജനത്ത് കയറി 2 MLA സത്യാഗ്രഹം നടത്തുന്ന സ്ഥലത്ത് കയറി പ്രവർത്തകരെ മുഴുവൻ മർദ്ദിക്കുക, ഒരു കാരണവുമില്ലാതെ. എന്ത് കാര്യമാണ് ഇവിടെ പോലീസിന്? 2 MLA സത്യാഗ്രഹിക്കുന്ന സമരപ്പന്തലിൽ കയറി കതറിട്ടവരെ മുഴുവൻ തല്ലുക, എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് പോലീസ് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യപ്പെടുക. മുഹമ്മദ് ഷിയാസിനെ ഇവിടെ കൊണ്ട് പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം. ഇല്ലെങ്കിൽ കളി മാറും എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ കോതമംഗലത്ത് തന്നെ തുടരുന്നു. കോതമംഗലത്തെ ഉപവാസ സമര വേദിയിലായിരുന്നു. അവിടെ ഉദ്ഘാടനത്തിന് ശേഷം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഈ അറസ്റ്റ് നടപടിയെ തുടർന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇപ്പോഴും അവിടെ തുടരുന്നു എന്നതാണ്. സമരം കൂടുതൽ രൂക്ഷമാകുന്നു. അവിടെ ഈ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ MLA-യും DCC പ്രസിഡന്റായ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ, അവരെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ ചെറുത്തുനിൽപ്പുണ്ടായി, അവിടെ പ്രതിഷേധമുണ്ടായി, അവിടെ അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. പോലീസ് വാഹനം ഉൾപ്പെടെ തകർക്കുന്ന നിലയുണ്ടായെന്നതും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രവർത്തകരെ മർദ്ദിച്ചു, കാര്യമായി തന്നെ പോലീസ് ലാത്തിചാർജ് നടത്തി രാത്രിയിലും എന്നതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരിച്ചത്. ഈ സമരം കൂടുതൽ ശക്തമാക്കും. ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുന്ന നേതാക്കളെ അവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാതെ, അല്ലെങ്കിൽ എവിടെയാണ് എന്ന കൃത്യമായ വിവരം നൽകാതെ അവിടെ നിന്ന് പിന്മാറില്ല എന്നതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഈ നേതാക്കൾ ആവർത്തിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് ഷിയാസ് എവിടെയെന്ന് അറിയില്ല എന്നതാണ്. ഇത് കൃത്യമായ നിർദ്ദേശത്തോടുകൂടി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള നടപടി എന്നത് വ്യക്തമല്ലേ? ഗോകുൽ, ഉറപ്പാണ്. അത് കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അവിടെ വലിയ സർവ്വസന്നാഹത്തോടു കൂടി പോലീസ് സേനയെ വിന്യസിച്ച ശേഷമാണ് പോലീസ് എത്തി അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ കേസ് എടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഷിയാസിനെ, അല്ലെങ്കിൽ കേസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ഷിയാസിനെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിൽ ഷിയാസിനെ അറസ്റ്റ് ചെയ്യുക എന്നൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായി എല്ലാ പ്ലാനിങ്ങോടുകൂടിയും പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിൽ ഷിയാസിനെയും മാത്യു കുഴൽനാടന്റെയും അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മാത്യു കുഴൽനാടൻ നിലവിൽ കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഷിയാസിനെ പ്രാഥമികമായി ലഭിച്ച വിവരമനുസരിച്ച് ഊന്നുകൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. 3 കേസുകളാണ് ഇരുവർക്കുമെതിരെ എടുത്തിരിക്കുന്നത് ഈ കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു FIR-ൽ വ്യക്തമാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ DYSP-യെ മർദ്ദിച്ചു, ഈ മൃതദേഹം കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. മറ്റൊന്ന്, അനധികൃതമായി ഈ മോർച്ചറിക്കുള്ളിൽ കടന്നു കയറുകയും ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഈ നട റോഡിൽ അനാവശ്യമായി അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സംഘടിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ 3 കേസുകൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ഈ നിരവധി പേർക്കെതിരെ, അതായത് എൽദോസ് കുന്നപ്പള്ളി MLA ഉണ്ട്, ഷിബു തെക്കുംപുറമുണ്ട്, മുഹമ്മദ് ഷിയാസ്, ഡീൻ കുര്യാക്കോസ്, അതോടൊപ്പം ഈ മാത്യു കുഴൽനാടൻ, ഇവർക്കൊപ്പം കണ്ടാലറിയുന്ന 50-30 അധികം ആളുകൾക്കുമെതിരെയും പല FIR-കളിലായി കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കും. മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം എറണാകുളത്തെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെല്ലാം CPM-നെതിരെ വലിയ ശക്തിയിൽ ആഞ്ഞടിക്കുന്ന നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം അധിക്ഷേപിച്ച് സംസാരിച്ചതെല്ലാം നമുക്ക് മുൻപിലുണ്ട്. അതല്ലാതെ നിരവധിയായ ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. ഈ എങ്ങനെയാണ് CPM-യുമായി ഒരു നേരിട്ടുള്ള വാർഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു നേതാവാണ് മുഹമ്മദ് ഷിയാസ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്നുള്ളത് ഉന്നത തലത്തിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ CPM-ന് വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താൽ അറസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി
നിയമപരമായ ഒരു നടപടിയാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാം. പക്ഷെ അത് അങ്ങനെയായി നിസാരവൽക്കരിച്ച് കാണാനാവില്ല. അതിൽ കൃത്യമായൊരു നിർദ്ദേശം മേളിൽ തട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നതിലാണ് ഒരു സ്ഥിരീകരണം വരേണ്ടത്. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. PDPP ആക്ട് ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്ന ഒരു വശത്തിൽ അങ്ങനെ ഒരു സാധ്യത കൂടി നിലവിലുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ കോൺഗ്രസ് ഉപവാസ സമരം പ്രഖ്യാപിക്കുന്നത്. 6 മണിയോടുകൂടി സമരം ആരംഭിച്ചു. രമേശ് ചെന്നിത്തല സമരം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 200-ലധികം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ നിന്നും എറണാകുളത്ത് നിന്നുമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു 8-9 മണിയോടുകൂടി തന്നെ ആളൊക്കെ ഒഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രം ആ ടൗണിൽ ആയിരുന്നു. നാളെ രാവിലെയും ഈ സമരം തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരുന്നത്. കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നവരെ സമരം തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അവിടെ DCC പ്രസിഡന്റും അതോടൊപ്പം മറ്റ് നേതാക്കളും മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലേക്കാണ് പോലീസുകാർ പെട്ടെന്ന് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്ത് ആദ്യം മുഹമ്മദ് ഷിയാസിനെയാണ് വലിച്ചിഴക്കാൻ ശ്രമിച്ചത്. പിന്നീട് മാത്യു കുഴൽനാടനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ മുഹമ്മദ് ഷിയാസിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നൊരു കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊന്നുകൽ സ്റ്റേഷൻ എന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. മറ്റേതെങ്കിലും സ്ഥലത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച വരികയാണ്. എന്തായാലും വലിയ രീതിയിൽ നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ആ വിഷയം എങ്ങനെയാണ് കേരള സമൂഹത്തിൽ ചർച്ചയായതെന്ന്. അതിൽ എന്തെല്ലാം തിരിച്ചടികൾ സർക്കാരിന് നേരിട്ടു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതിന് സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകും. കാരണം ഇവിടെ കോൺഗ്രസ് ഫൈറ്റ് ചെയ്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം